MCX മാർക്കറ്റിൽ സിൽവറിലൂടെ എടുത്ത ട്രേഡാണ്. സിൽവറിൽ 5 മിനിറ്റ്സിൽ കിട്ടിയ ട്രേഡാണ് സിൽവർ മിനിയിൽ. നമ്മുടെ സോഫ്റ്റ് 2 സിഗ്നൽ തന്നിട്ടുണ്ടായിരുന്നു. മോർണിംഗിൽ ഡൗൺ ഇൻഡിക്കേഷൻ, അത് കഴിഞ്ഞ് 11 മണിക്ക് ശേഷം അപ് ട്രെൻഡ് പോയിരുന്നു. അപ് ട്രെൻഡ് നല്ലൊരു റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. സെല്ല് പക്ഷേ ഒരുപാട് മാർക്കറ്റ് ഇറങ്ങിയില്ല. മാർക്കറ്റ് ചെറുതായിട്ട് ഡൗൺ ഇറങ്ങിയ ശേഷം മാർക്കറ്റ് തിരിച്ചു പോകാൻ ഉണ്ടായത്. നമ്മുടെ സോഫ്റ്റിൻ്റെ പ്രത്യേകത, നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രി, എക്സിറ്റ്, ഫേക്ക് ട്രേഡുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കറക്റ്റ് ആയിട്ടുള്ള എൻട്രി എവിടെ എടുക്കണമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ റിവേഴ്സിലൊക്കെ നമുക്ക് കളർ ചേഞ്ച് വഴി നമുക്ക് എക്സ്ട്രാ കളറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എക്സിറ്റ് ലെവൽ നമുക്ക് കണ്ടെത്താനും വളരെ എളുപ്പമാണ്. ആണെങ്കിൽ നമുക്കൊരു ഡൗൺ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഡൗൺ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ പോയില്ല, ചെറുതായിട്ട് ഇറങ്ങി പെട്ടെന്ന് റിവേഴ്സ് പോയിലുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം വന്ന അപ് ട്രെൻഡ് 11 മണിക്ക് ശേഷം വന്ന ട്രേഡാണ്. ബൈ ഇൻഡിക്കേഷൻ ആണ് നമുക്ക് സിഗ്നൽ കിട്ടിയത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നമുക്ക് 2 സിഗ്നൽ കിട്ടി. അവിടുന്ന് മോർണിംഗിൽ ഒരു സെല്ലും, അത് കഴിഞ്ഞ ശേഷം വന്ന ബൈയും. ഈ ബൈ ഇൻഡിക്കേഷൻ വന്ന ടൈമാണ് മെയിലിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ എൻട്രി പോയിന്റും ടാർഗറ്റുകൾ താഴെ 3 ടാർഗറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സിഗ്നൽ വന്ന് കൺഫേം ആയി. ഇപ്പോൾ ഇവിടുന്ന് സിഗ്നൽ വന്നതിന് ശേഷം അവിടുന്ന് പെട്ടെന്ന് ഒരു ഹാക്ക് ചെയ്യാൻ അടിച്ച് കയറുമായിരുന്നു. അത് കൺഫർമേഷൻ, താഴത്തെ ബാർ കളർ കൺഫേം ആയി ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവലിൽ എടുക്കുക. ഇപ്പം ഇവിടെ സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറി അവിടുന്ന് അടിച്ചടിച്ച് കയറുകയായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പോയിന്റ് പ്രോഫിറ്റിലാണ്. 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആണ്. ഇപ്പോഴും ബൈ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ലേറ്റസ്റ്റ് വേർഷൻ പ്രകാരം എക്സ്ട്രാ കളർ നമുക്ക് സൈഡ് വേസ് മാർക്കറ്റ് ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ കളർ വഴി നമുക്ക് അതിന് ഇൻഡിക്കേഷൻ തരും.